ഇന്നത്തെ വീഡിയോയിലേ സാന്റിമോളുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ചെറിയ തോതിൽ കഴിഞ്ഞിട്ട് വിശാലമായിട്ടുള്ളൊരു ഒരു തായ്ലാൻഡ് ട്രിപ്പിന് പോവാണ്. അതിൻ്റെ വിശേഷങ്ങളാണെന്ന് പറയാനുള്ളത്. അപ്പോൾ പാക്കിങ് കഴിഞ്ഞിട്ട് നെടുമ്പാശ്ശേരി എത്തി കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്ക് അവിടെ ടീ കോഫി സ്നാക്സൊക്കെ കഴിക്കാനായിട്ട് നമ്മുടെ സാധാരണ ചെലവിൽ നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ കിട്ടും. അവിടെ നിന്ന് ചെറുതായിട്ട് സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ഇൻ കഴിഞ്ഞ് നമുക്ക് ഡ്യൂട്ടി ഫ്രീയിലേക്ക് കയറാം. അവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. നേരെ ഫ്ലൈറ്റ് വരുമ്പോൾ അവരുടെ ബസ്സിൽ കയറി നേരെ അവിടെ എത്തി ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ വന്ന് തായ്ലാൻഡിൽ ചെന്നിറങ്ങിയ ബാങ്കോക്കിൽ ആദ്യം വിസ അടിക്കണം. ഓൺ അറൈവിൽ വിസ അടിച്ചിട്ട് പിന്നെ അവിടെ നിന്നുള്ള ബസ് കയറി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. ആ പോകുന്ന വഴിയുള്ള യാത്രകളാണ് ഈ കാണുന്നത്. റൂമിലെത്തി കഴിഞ്ഞാൽ അവിടെ നല്ല വിശാലമായ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. നമ്മൾ ഇത്തവണ സോമൻസിൻ്റെ കൂടെയാണ് പോയിരുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഫാമിലിക്കായിട്ട് പോകുകയാണെങ്കിൽ സേഫായിട്ട് പോകാനായിട്ട് എപ്പോഴും ഒരു പാക്കേജ് എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് തനിച്ചൊക്കെ പോകാം. ആദ്യമായിട്ട് അവിടെ കാണുന്നതാണ് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞത്. അതായത് ഇങ്ങനെ മരം കൊണ്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു ടെമ്പിളാണ്. അത് പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇതുവരെ തീർന്നിട്ടില്ല. വർഷങ്ങളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണാനുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും. അതിൻ്റെ സൈഡിൽ തന്നെ കുറേ ചെറിയ സ്നാക്ക് ബാറൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ജ്യൂസ് കുടിക്കാം, അല്ലെങ്കിൽ കൊക്കക്കോളയും പെപ്സിയും അങ്ങനെ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. പിന്നെ നല്ലൊരു ലൊക്കേഷനാണ് അവിടെ. നിങ്ങൾക്ക് അത്യാവശ്യം ഫോട്ടോഷൂട്ടിനൊക്കെ ഉള്ള പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ശരിക്കും ആസ്വദിക്കാവുന്നതാണ്. കുറേ നടന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ക്ഷീണിക്കും, നിങ്ങൾ ഇരിക്കാനായിട്ട് തോന്നും. അപ്പോൾ ആ സമയത്ത് അവിടെ എക്സ്ട്രാ പൈസ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആനപ്പുറത്തൊരു സവാരിയൊക്കെ നടത്താം. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. അത് കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് പോകുന്നത് ഈ പാക്കേജിൽ കൊണ്ടുപോകുമ്പോൾ അവരിങ്ങനെ ഒന്നൊന്നായിട്ട് എല്ലാം കവർ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ അൽക്കാസർ കാബറെ ഷോ. അത് കഴിഞ്ഞ് നമുക്ക് അവരതിനെയൊക്കെ പുറത്ത് ഇങ്ങനെ കാണാനായിട്ടുള്ളൊരു സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് അടുത്തായിട്ട് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. പിന്നെ ചെന്ന് ഭക്ഷണം കഴിഞ്ഞ് ഡിന്നർ കഴിഞ്ഞ് കിടന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ആദ്യം പോണ് പട്ടായ സിറ്റി കാണാനാണ്. പട്ടായയിലാണ് പിള്ളേർക്ക്, നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയിട്ടാണ് പാക്കേജ് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയും വീണ്ടും വീണ്ടും പോകണമെന്ന് പറയും. പട്ടായ സിറ്റിയിൽ പോയിട്ടാണ്, അവിടെയാണ് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. അവിടുന്ന് പിന്നെ കോറൽ ഐലൻഡിലേക്ക് പോകും. കോറൽ ഐലൻഡിലാണ് ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പാരാസൈലിംഗ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിന് മുൻപായിട്ട് കുറേ തയ്യാറെടുപ്പുകളുണ്ട് കേട്ടോ. പാരാസ്ലൈഡിങ്, അതുപോലെ അണ്ടർ വാട്ടർ, പിന്നെ ജെറ്റ് സ്കീ, പിന്നെ സ്കൂബ ഡൈവിങ്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അവിടെ ഉണ്ട്. ബനാന റൈഡ്, ബോട്ട് റൈഡ്, അതൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനെല്ലാം കൂടി കംപ്ലീറ്റ് പാക്കേജ് അവിടെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് അതിൻ്റെ ഫീസ് മറ്റ് പല സ്ഥലങ്ങളിലും ഉള്ളതിനേക്കാൾ അപേക്ഷിച്ച് തായ്ലാൻഡിൽ ബാങ്കോക്കിൽ പോയി കഴിഞ്ഞാൽ ഈ കോറൽ ഐലൻഡിലെ ട്രിപ്പിലെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. വളരെ ചുരുങ്ങിയ ചിലവാണ്. റേറ്റൊക്കെ സീസൺ അനുസരിച്ചും ചില സമയത്തൊക്കെ മാറ്റം വരും. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായ എമൗണ്ടോട് പറയാത്തത്. ഓക്കെ, അപ്പോൾ അതിൽ പാരാഗ്ലൈഡിങ്, ഇതെനിക്ക് പാരാസൈലിംഗ്. അതിനു മുമ്പ് നമുക്കിങ്ങനെ ഡിപ്പ് വേണമെന്ന് അവർ ചോദിച്ചിട്ട് കയ്യിലൊരു മാർക്ക് ഇടും. അതായത് ലാസ്റ്റ് നമ്മളെ കൊണ്ട് പറന്ന് കഴിഞ്ഞ് ലാസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അത് വേണമെന്ന് എസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയ്യിൽ മാർക്ക് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് അവർ ചെയ്യും. നമ്മൾ തന്നെ അതിനു മുമ്പ് ഒരു ക്ലാസ്സൊക്കെ തന്ന് ഇതൊക്കെ കെട്ടി വെച്ച് ബോട്ടിൽ നമ്മളങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകണം. അപ്പോൾ ആ സമയത്തൊന്ന് ഓടണം കേട്ടോ. ചെറുതായിട്ട് നമ്മളൊന്ന് ഓടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പൊങ്ങിക്കോളും. ആദ്യം ചെറുതായിട്ട് പേടി തോന്നും, പക്ഷേ ഉയർന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ അതിനു മുമ്പ് ആ ബെൽറ്റൊക്കെ ഇട്ട് ഫുൾ സെക്യൂരിറ്റിയിലാണ് പോകണേ. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് എന്ത് നോർമൽ ഡ്രസ്സും ധരിക്കാവുന്നതാണ്. അങ്ങനെ പോയി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എൻജോയ് ചെയ്യും. അടുത്തായിട്ട് കോറൽ ഐലൻഡിലേക്ക് പോവാണ്. അവിടെയാണ് ഈ അണ്ടർ വാട്ടർ വെള്ളത്തിൻ്റെ അടിയിൽ പോകാനുള്ള പരിപാടി. അപ്പോൾ ഇത് കഴിഞ്ഞു വന്നവരുടെ ചില സന്തോഷങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പാരാസൈലിംഗ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെ ത്രില്ലിംഗ് ആയിട്ട് തോന്നും. അത് ശരിക്കും അനുഭവിച്ചിരിക്കേണ്ട കേട്ടോ. ഒരു തവണയെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് വന്നിട്ടുള്ള കുറച്ച് പേര് അവരെ മാർക്ക് ചെയ്ത് ലൈനപ്പ് ചെയ്ത് നിർത്തുന്നതൊക്കെയാണ് ഈ കാണുന്നത്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അത് ശരിക്കും നമ്മളൊരു ബോട്ടിൽ കെട്ടി വലിക്കുകയാണ്. അത് നമുക്ക് ആദ്യം മനസ്സിലാവില്ല. ആ കെട്ടി വലിച്ച് നമ്മൾ ആകാശത്ത് കൂടെ ഇങ്ങനെ ഒരു 2 റൗണ്ട് അടിക്കും. ഓക്കെ, എന്നിട്ട് അവിടെ താഴെ കൊണ്ട് നിർത്തും. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് അടുത്ത ഐലൻഡിലേക്ക് പോവാണ്. കോറൽ ഐലൻഡിലേക്ക് പോകും. കോറൽ ഐലൻഡിൽ പോയി കഴിഞ്ഞാലാണ് നമുക്കൊരു ഹെൽമെറ്റ് പോലൊരു സംഗതിയൊക്കെ വെച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നമുക്ക് പുറ്റുകളും ചിപ്പികളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നടക്കാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് തലയിൽ ഒരു ഹെൽമെറ്റ് പോലെ ഒരു സംഗതി വെച്ചിട്ട് അതിനൊരു ട്യൂബൊക്കെ ഉണ്ട്. ആ പൈപ്പ് കൂടെയാണ് നമുക്ക് വേണ്ട ഓക്സിജൻ നമുക്ക് കിട്ടുക. അപ്പോൾ അത് വെച്ചിട്ട് ഇറങ്ങാൻ നേരത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹെൽമെറ്റ് തലയിൽ ശരിക്കും ഫിറ്റാക്കി വെക്കണം. ഒരിക്കലും അത് ലൂസാക്കരുത്. നമ്മളത് ഉയർത്താൻ പാടില്ല. ധൈര്യമായിട്ടിരുന്നോളൂ. നിങ്ങൾക്ക് ആദ്യം എനിക്കും പേടി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത്. അത് വെച്ച് അടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എയർ ശ്വസിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് മടങ്ങി വന്നു കഴിഞ്ഞാൽ, ആ ട്രിപ്പ് കഴിഞ്ഞാൽ തിരിച്ച് നമ്മളതിന് വീണ്ടും കരയിലേക്ക് കൊണ്ടുവരും. അവിടെയുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബനാന റൈഡ്, അതുപോലെ ജെറ്റ് സ്കീ, അതുപോലെ സ്പീഡ് ബോട്ട് റൈഡ്,
ഇതൊക്കെ അവിടെ ഉണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതൊക്കെ പാക്കേജിൽ ഉൾപ്പെടുന്ന കേട്ടോ. അതെല്ലാം കൂടി ഒറ്റ പാക്കേജാണ്. തനിയെ ഓരോന്ന് പേടിച്ചിട്ട് നിങ്ങളെ ചിന്തിക്കും എനിക്ക് കൂടുതൽ പേടിപ്പെടുന്നൊന്നും വേണ്ട അങ്ങനെയൊക്കെ വിചാരിക്കും. ഒന്നും വേണ്ട, എല്ലാം കൂടെ എടുക്കുകയാണ് നല്ലത്. അതാണ് റേറ്റ് കുറവ്. ഇവരൊക്കെ റീനിയും സ്വീറ്റിയും സാൻഡിയും എല്ലാവരും വരിയായിട്ട് നിൽക്കുകയാണ്, വരിയായിട്ട് പോവാണ്. ആദ്യമൊക്കെ ഒന്നൊരു പേടി തോന്നുമെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ത്രില്ലിംഗ് ആയിരിക്കും, എൻജോയബിളാണ്, തീർച്ചയായിട്ടും ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞാൽ ആ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് അവിടെ കുറച്ച് ഫ്രൂട്ട് സ്റ്റാള്, ജ്യൂസ് സ്റ്റാളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് മാംഗോ ജ്യൂസ് അടിക്കുക, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഒരു ഫ്രഷ് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആവും നമ്മൾ. ഓക്കെ, അത് കഴിഞ്ഞ് അവിടെ കടലിൻ്റെ സൈഡിൽ ബീച്ച് നല്ല ക്ലീൻ ബീച്ചാണ്, നല്ല വെള്ള മണൽ, അവിടെ കുറച്ച് നേരമൊക്കെ കളിക്കാം. അത് കഴിഞ്ഞാൽ ആ പട്ടായ സിറ്റി മടങ്ങുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. പട്ടായ സിറ്റിയിൽ നിന്ന് മടങ്ങാനായിട്ട് തോന്നില്ല നമുക്ക്. അവിടെ അതിനു മുമ്പ് കുറേ പേര് നിന്നത് റെയിനിയും സാൻഡിയും സ്വീറ്റിയും കൂടി നിന്ന് ഫോട്ടോസ് എടുക്കുന്നു. അങ്ങനെ മടങ്ങാണ്, അടുത്ത പോയിന്റിലേക്ക് നീങ്ങാണ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ടൈഗർ പാർക്കാണ്. ഇവിടെ നമുക്ക് വളരെ രസകരമായ കുറച്ച് കാഴ്ചകളുണ്ട്, എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ടൈഗറിൻ്റെ അടുത്ത് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉണ്ട്, അതും ഞാൻ വിവരിക്കാം. അപ്പോൾ നമുക്ക് പ്രത്യേകം എക്സ്ട്രാ ഫീസൊക്കെ അടയ്ക്കുകയാണെങ്കിൽ ടൈഗറിൻ്റെ കൂടെ ഈ നമ്മുടെ കുട്ടികളുടെ അടുത്ത് അത് കണ്ടോ, അവൻ തിരിഞ്ഞു വരുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ ദേഹത്തേക്ക് ഒരു സംഗതി ചീറ്റിക്കും. അതായി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ അത് വരുമ്പോൾ മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. അപ്പോൾ നമുക്ക് ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ അപ്പോൾ ഇതിൻ്റെ കൂടെ ടൈഗറിൻ്റെ കൂടെ നിന്ന് അതിൻ്റെ തലയിലൊക്കെ തലോടുക, എന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുക. അതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അതിന് എക്സ്ട്രാ ഒരു ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില പാക്കേജുകൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കും, ഫ്രീ ആയിട്ട് തരും. ഇവിടെ ധാരാളം പുലികളുണ്ട്. നമ്മുടെ നാട്ടിലെ സൂ പോലെയല്ല, ഒരുപാട് ടൈഗറിനെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. വളരെ അടുത്ത് കാണാം, നമുക്ക് തൊട്ട് തലോടാം, അതിൻ്റെ കൂടെ പെരുമാറാം, അതിനൊന്നും വിരോധമില്ല. അപ്പോൾ അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ധാരാളം ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോഷൂട്ട് എടുക്കാം. ഈ രംഗമാണ് ഞാൻ പറഞ്ഞത് കണ്ടോ, അങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ പുറകിലേക്ക് ഒരു സംഗതി ചീറ്റിക്കും, അതിന് ഭയങ്കര ദുർഗന്ധമാണ്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. പിന്നെ ഈ പുലികളൊക്കെ അവിടെ പരിപാലിക്കാനായിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അതിനൊക്കെ വാഷ് ചെയ്ത് അതിന് ഫുഡ് കൊടുത്ത് അതിനൊക്കെ അവിടെ ട്രെയിനർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാതൊരു അപകടവും ഇല്ല, കംപ്ലീറ്റ്ലി നെറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് കാണാമെന്നർത്ഥം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇതുപോലെ ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും അവിടെ. പിന്നെ അതിനകത്ത് ചെറിയൊരു സോവനിയർ ഷോപ്പുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ ടൈഗർ പാർക്ക് എന്ന് എഴുതിയിട്ടുള്ള ഈ ടൈഗറുകൾ പല വലിപ്പത്തിലുള്ള, പല സൈസിലുള്ള, പല വിലയുടെ സംഗതികൾ കിട്ടും. വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടുവരാം. ഞാനിത്തരം സംഗതികളൊന്നും പോകുമ്പോൾ വാങ്ങാറില്ല, എല്ലാം കണ്ടുപോരാറുള്ളൂ. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. ഒരു ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ഒരു സംഗതി വാങ്ങിക്കൊണ്ടുവരുന്നത് നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൻ്റെ സ്റ്റാളിൽ അവിടെ ഫീസ് അടച്ചതിൻ്റെ അതായത് പൈസ കൊടുത്താൽ അത് വാങ്ങിക്കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ടൈഗർ പാർക്കിൻ്റെ എൻട്രൻസ് ആണ്, നമ്മൾ അവിടെ നിന്ന് മടങ്ങാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും മടങ്ങാൻ തോന്നാതെ അവിടെ പിന്നെയും വെയിറ്റ് ചെയ്യുക, ചുറ്റിപ്പറ്റി നിന്ന് ഓരോ ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ധാരാളം ഫോട്ടോ പോയിന്റ് ഉണ്ട്, ഫോട്ടോ എടുക്കണം. ടൈഗർ പാർക്ക് അടുത്തതായിട്ടാണ് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അവിടെ റെയിനിയും സ്വീറ്റിയും സാൻഡിയും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നു. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കയറുമ്പോൾ ഇതുപോലെ കുറച്ച് മോഡൽസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് നമ്മളെ റിസീവ് ചെയ്യാനായിട്ട്. അവിടെ അവരുടെ കോസ്റ്റ്യൂമൊക്കെ കാണാം, അവരുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂംസാണ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഈ ബോട്ടിൽ കയറിയിട്ട് ഒരു ട്രിപ്പാണ്, അതായത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് ഇടയിൽ കൂടെ ഒരു റൈഡ്, ഈ കുഞ്ഞു വെള്ളത്തിൽ കയറിയിട്ട്. ഇത് ഏകദേശം പറയുകയാണെങ്കിൽ നമുക്ക് കാശ്മീരിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതായത് ആ ഷിക്കാര റൈഡ് പോലെ ഇരിക്കും. പക്ഷെ അവിടെ ഷോപ്പുകൾ, സംഗതികൾ വിൽക്കാനായിട്ട് വഞ്ചികളിൽ തന്നെയാണ് വരുന്നത്. ഇത് ചെറിയ ചെറിയ ഷോപ്പുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ് വെള്ളത്തിൽ കൂടെ നമുക്ക് പോയിട്ട് സംഗതികളൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. നല്ലൊരു അറേഞ്ച്മെൻ്റാണ്. കഴിയുന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതേ, ഇത് ചില പാക്കേജുകാർ ചില ട്രിപ്പിൽ അവർ പകൽ സമയത്ത് നടന്നുണ്ട്. അതിനേക്കാളും നന്നാവുക, കൂടുതൽ രസകരമാവുക എന്ന് വെച്ചാൽ പകൽ ഇച്ചിരി വെയിലൊക്കെ ഉണ്ട്, ചൂടൊക്കെ വെയിലൊക്കെ കൊള്ളുന്നതിനേക്കാൾ നല്ലത് ഈവനിങ് ആയിരിക്കും. ലൈറ്റുകളൊക്കെ ഇട്ട് നമ്മൾ ആദ്യം പോയ പാക്കേജ് ഇത് നമ്മുടെ ആദ്യത്തെ തായ്ലാൻഡ് ട്രിപ്പാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് സോമൻസിൻ്റെ കൂടെയായിരുന്നു. ഇവർ ഈവനിങ് ടൈമിലാണ് നമുക്ക് പാക്കേജ് അനുവദിച്ചത്. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് അവിടെ ലൈറ്റും എല്ലാം ആസ്വദിക്കാനായിട്ട് സാധിക്കും. അവിടെ ചെറിയ മ്യൂസിക് ഷോ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാം. പിന്നെ അവിടുത്തെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, തായ്ലാൻഡിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരുപാട് സംഗതികൾ, തവളയും പല്ലിയും പാറ്റയും ഒക്കെ വറുത്തതും പൊരിച്ചതും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും. അത് വാങ്ങിക്കഴിക്കാം. പിന്നെ അവിടെ കുറേ സോവനിയർ ഷോപ്പുകളുണ്ട്, ഇതുപോലത്തെ കുറേ സംഗതികൾ, ഡ്രസ്സുകളുണ്ട്, നമുക്ക് തിരഞ്ഞെടുത്ത് വാങ്ങിക്കാവുന്നതാണ്. വില നമുക്കറിയാമല്ലോ, ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുമ്പം അവിടെ എല്ലാം കൂടുതലായിരിക്കും, വില കൂടുതലായിരിക്കും.
അപ്പോൾ ആവശ്യത്തിനുള്ളത് അത്യാവശ്യത്തിനുള്ളത് മാത്രം, ഇതൊന്നും അധികം ലാസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഒരു ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുവരാവുന്നതാണ്. ഒരുപാട് സംഗതികളുണ്ട്, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പല സംഗതികൾ, ആനക്കുട്ടികൾ, പല സംഗതികളുണ്ട്. അത് അവർ നെയ്തെടുക്കുന്ന സംഗതികളുണ്ട്, ഡ്രസ്സുകളുണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇത് നമുക്ക് അടുത്തായിട്ട് ചീങ്കണ്ണിയുടെ മാംസമൊക്കെ ഇത് റിയൽ തന്നെയാണ് കേട്ടോ, യാതൊരു തട്ടിപ്പുമില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാം. നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയാണ് തയ്യാറാക്കുന്നത്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് പലതരം സോസുകളിൽ ഒഴിച്ചിട്ട് നമുക്ക് തരും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ കഴിച്ചിരുന്നു. പിന്നെ റബ്ബർ പോലെ ഇരിക്കും, പക്ഷെ വളരെ സ്ട്രെങ്ത്ത് കിട്ടും, മസിൽസിനൊക്കെ ഭയങ്കര സ്ട്രെങ്ത്ത് കിട്ടാനായിട്ട് വളരെ നല്ല സംഗതിയാണെന്ന് പറയുന്നത്. അത് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലെ ഷോപ്പുകൾ തന്നെ എല്ലാത്തിലും കയറി ഇറങ്ങി ഒന്ന് വാങ്ങി, ഓരോന്ന് വാങ്ങി കയറി വില ചോദിച്ച് ഇറങ്ങി നടക്കുന്നൊക്കെ ഒരു രസമല്ല. ഒരു വിൻഡോ ഷോപ്പിംഗ് ആണെങ്കിൽ പോലും അത് എൻജോയ് ചെയ്യാം. ഈവനിങ് ആയതുകൊണ്ട് ഇത് വളരെ നമുക്ക് ചൂടൊന്നും അധികം ഉണ്ടാവില്ല. പിന്നെ അവിടെ കുറേ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, അവിടെ ലൈറ്റൊക്കെ എൻജോയ് ചെയ്യാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മടങ്ങി റൂമിലെത്തി കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷപ്പ് ആകാനായിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് നേരം കളിക്കാം. അത് കഴിഞ്ഞ് ഡിന്നറിന് പോവാം. സ്വീറ്റിംഗ് സാൻഡി ഇങ്ങോട്ട് വെള്ളത്തിൽ തന്നെയാണ്, വിളിച്ചാലും കയറി പോരുന്നില്ല. അവർ ഇന്നത്തെ പകൽ മുഴുവൻ നടന്നതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് പൂളിലിങ്ങനെ പലതരം കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം അവർ ആസ്വദിച്ചു. അത് കഴിഞ്ഞ് ഡിന്നർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ നിന്ന് വിളിച്ച് കയറ്റി ഡിന്നറൊക്കെ കഴിച്ചു. അങ്ങനെ ആ ഡിന്നർ ബൊഫേ ഡിന്നറാണ്. ഡിന്നർ അടിപൊളി ഡിന്നറാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടുത്തെ ഈവനിങ് നൈറ്റ് അവിടുത്തെ ടൈമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രീറ്റിലൊക്കെ പോയി അവരുടെ പബ്ബുകളും ക്ലബ്ബുകളൊക്കെ കാണുന്നു. അതുപോലെ വാക്കിംഗ് സ്ട്രീറ്റാണ് ഈ കാണുന്നത്. വാക്കിംഗ് സ്ട്രീറ്റിൽ അവിടെ ഇതുപോലെ ഒരുപാട് നൈറ്റ് ക്ലബ്ബുകളുണ്ട്, പബ്ബുകളുണ്ട്, ഡാൻസ് ബാറുകളുണ്ട്. അതൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരുപാട് തായ് മസാജ്, ചൈനീസ് മസാജ്, അതുപോലെ ബാങ്കോക്കിലെ തായ് മസാജ്, പല രീതിയിലുള്ള മസാജുകളുണ്ട്. അതൊക്കെ ആസ്വദിക്കാം. ഇതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റാണ്. ബാർഗൈനിങ് ഒന്നുമില്ല, പക്ഷേ അവർ റേറ്റൊക്കെ ഒരുവിധം റീസണബിളാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്ക് മറ്റ് സ്ഥലങ്ങളിലെ പോലെ ഒരുപാട് തുക ആദ്യം പറയുക, പിന്നെ ബാർഗെയിൻ ചെയ്യേണ്ടി വരിക, അതൊന്നുമില്ല. അവിടെയും ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകളുണ്ട്. ഇതുപോലെ പലതരത്തിലുള്ള പല്ലിയും പാറ്റിയൊക്കെ വേവിച്ച് വെച്ചേക്കുന്ന കാണാം. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. മെക്ഡൊണാൾഡ്സ് ഉണ്ട്, അതുപോലെ ഓരോ മോഡൽസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പലതരം ഷോപ്പുകളുണ്ട്, സീ ഫുഡ് സ്റ്റോറ്. ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഒരു വേറൊരു ലോകത്തിൽ ഫസ്റ്റ് ടൈം പോകുന്നവർ തീർച്ചയായിട്ടും ഞെട്ടിയിരിക്കും. കാരണം അതുപോലെയാണ് എല്ലാ സംഗതികളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നാൽ വളരെ ജെന്യൂനായിട്ട് സിമ്പിളായിട്ട് ലോ കോസ്റ്റ്. ഇത് ഡുറിയാൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട്. ഇത് നൈറ്റ് ക്ലബ്ബാണ്. അവിടെ ഒരു ക്ലബ്ബിലേക്കുള്ള എൻട്രിയാണ്. വാക്കിംഗ് സ്ട്രീറ്റ് കൂടെ ഒന്ന് നടക്കുന്നത് നല്ലതാണ്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും അവിടെ എന്തൊക്കെയാണ് നടക്കണതെന്ന് അറിയാം. ഒരുപാട് പബ്ബുകളും ബാറുകളും തന്നെ. രാത്രിയിലാണ് അത് സജീവമാകുന്നത്. രാത്രി ഒരു 9 മണി 10 മണി കഴിയുമ്പോഴത്തേനും അവിടെ തുടങ്ങും. അത് പിന്നെ മിഡ് നൈറ്റ് 1 മണി. ഇദ്ദേഹത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഐസ്ക്രീം ഷോ പല വീഡിയോയിൽ വൈറലായിട്ടുള്ളൊരു സംഗതിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ പലതരം ഷോകൾ, മാജിക് ഷോകൾ, ഇതൊക്കെ അവിടെ ഇതാ ഗണ്ണ് കൊണ്ടുള്ള ഗണ്ണ് വാങ്ങി ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അത് സ്വല്പം ചിരിച്ചു വെച്ചിട്ടുണ്ടാവും അവർ. അപ്പോൾ അതിൻ്റെ പിടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഷോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പലതരം എൻ്റർടൈൻമെൻറ്റ് സ്ട്രീറ്റിൽ കാണാം. പിന്നെ ഇതിവിടെ ചൈനീസ് ഗേൾസും മസാജിനും ക്ലബ്ബിലേക്കൊക്കെ ക്യാൻവാസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരൊന്നും ദേഹത്ത് തൊടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവർ ദേഹത്ത് കയറി പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിന് നിന്നാൽ അവർ പൈസ ചാർജ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈവിട്ട് നിൽക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. ഇവിടുത്തെ പോലെ ജസ്റ്റ് വിളിക്കുകയല്ല, അവർ വലിച്ച് കയറ്റാനായിട്ട് ശ്രമിക്കും. ഓക്കെ, പിന്നെ ഈ മാജിക് ഷോ ഉണ്ട്. സ്ട്രീറ്റിൽ ഒരുപാട് സംഗതികൾ കാണാനുണ്ട്, പലതരം ഷോപ്പുകൾ. ഇവിടെ ഈ പ്രോൺസൊക്കെ, ലോബ്സ്റ്റർ, അതുപോലെ ക്രാബ് ഒക്കെ നമുക്ക് ഫ്രഷായിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ തയ്യാറാക്കി തരും. അങ്ങനെ ഒരറ്റത്തെത്തുമ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ മറ്റേ എൻഡിലെത്തി നമ്മൾ ഇനി അവിടെ നിന്ന് മടങ്ങാം. അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പലരും തെറ്റിദ്ധരിക്കും, പക്ഷേ ഒരു തവണയെങ്കിലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ബുദ്ധ ടെമ്പിൾ കാണാനാണ്. ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ. അവിടേക്ക് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറാനുണ്ട്. ചിലർക്ക് അത് മടിയായിരിക്കും. താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ റൂമിൽ റെസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാലും അവിടെ വരെ പോകുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഒരു കുന്നിൻ്റെ മുകളിലാണ്, അവിടേക്ക് അല്പം കയറാനുണ്ട്. അവിടെ നിന്ന് ഇതുപോലെ ബുദ്ധൻ്റെ പല പ്രതിമകളുണ്ട്, അതിൻ്റെ ഫോട്ടോ എടുക്കാം. അവിടെ നിന്ന് താഴേക്ക് നല്ല സൈറ്റാണ്, കാണാം. അതും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് നല്ലതാണ്. ഇവർ വളരെ സജീവമായിരുന്നു. റീനയും സാൻഡിയും സ്വീറ്റിയും കൂടെ നിന്നൊരു കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ ബുദ്ധൻ്റെ പ്രതിമ കണ്ടു. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് മടങ്ങുകയാണ് അവിടെ നിന്ന്. അത് മടങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ എല്ലാവരും ഒരുപാട് ഫോട്ടോസ് എടുക്കാനായിട്ട് നിൽക്കുന്ന കാണാം. കാരണം ഇതൊരു കുന്നിൻ്റെ മുകളിൽ നിന്നായതുകൊണ്ട് നല്ല സൈറ്റാണ്, അവിടെ നല്ല വ്യൂ ആണ്. ഓക്കെ,
അപ്പോൾ അങ്ങനെ ആ ഒരു ബുദ്ധൻ ടെമ്പിൾ അവിടെ ബുദ്ധിസ്റ്റുകളാണ് കൂടുതൽ. അപ്പോൾ അതിൻ്റെ ബുദ്ധ ടെമ്പിൾസ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതും നമുക്ക് കാണാവുന്നതാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടിയുടെ ബസ്സിൻ്റെ ഡ്രൈവറായിരുന്നു. നമ്മുടെ നാട്ടിലെ പല പൂക്കളും അവിടെ കാണാം. ഇത് ബൊഗൈൻവില്ല അവിടെയുണ്ട്. പോകുന്നവരൊക്കെ വളരെ ഹാപ്പിയാണ്. അവരൊക്കെ പാട്ട് പാടുന്നു. ഞാൻ അതിനിടയ്ക്ക് ബസ്സൊന്ന് ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി അല്പനേരം. അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്കിത് കഴിഞ്ഞാൽ അടുത്ത ഷോ ആണ്. അവിടെ ഇതുപോലെ ഷോകളുണ്ട്, കാബററ്റ് ഷോസ് ഉണ്ട്, അവിടുത്തെ ട്രഡീഷണൽ ഡാൻസസ് ഉണ്ട്. ഇത് നൈറ്റ് ടൈം ആയിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ആ ലൈറ്റിലൊക്കെ നമുക്കത് കാണാനും ഒക്കെ രസമായിരിക്കും. അതുപോലെ തന്നെ നമ്മളത്ര ടയറിങ് ആയിരിക്കില്ല, ക്ഷീണം ബാധിക്കില്ല. മറ്റ് ഉച്ച സമയത്ത് പകൽ സമയത്തൊക്കെ ഈ ഷോ ഉണ്ട്, പക്ഷെ അത് ഇത്തിരി ക്ഷീണം ഉണ്ടാക്കും നമുക്ക്. പിന്നെ അടുത്തായിട്ട് അവിടെ എലഫൻറ്റ് സഫാരിയാണ്. അത് എലിഫൻറ്റിൻ്റെ ആനകളുടെ പലതരത്തിലുള്ള കളികൾ അത് കാണാവുന്നതാണ്. നമ്മളെ അവർ അവിടേക്ക് വിളിക്കും. നമുക്ക് താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ അവിടെ നിലത്ത് കിടന്നാൽ ആന നമ്മുടെ പുറത്തുകൂടെ പതുക്കെ ചവിട്ടി തലോടി കടന്നു പോകും. സ്വീറ്റി അതിന് പോയിരുന്നു. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ആസ്വദിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട്, സംഗതികളുണ്ട്. ഈ കാണുന്ന സ്വീറ്റിയാണ് കമന്ന് കിടക്കുന്ന ആന പതുക്കെ ഒന്ന് ചവിട്ടി കടന്നു പോവുകയാണ്. നമുക്ക് പേടി തോന്നും, പക്ഷേ ധൈര്യമായിട്ട് ചെയ്യാം. ഇതൊക്കെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആനകളാണ്. ആനകളുടെ പലതരത്തിലുള്ള കളികൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. കൂടുതൽ സമയം അവർക്ക് ചെലവഴിക്കാം. അവിടെ നിന്ന് മടങ്ങാൻ തന്നെ താല്പര്യം കാണിക്കില്ല. ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികളുണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ പോകണം, ഇനി അങ്ങോട്ട് മാത്രം പോയാൽ മതി എന്നും പറയും. അതുപോലെ എൻ്റർടൈനിങ് ആണ്. ഫാമിലി ട്രിപ്പിന് വളരെ സേഫായിട്ടുള്ള നല്ല സ്ഥലമാണ്. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങൾ പോയിരിക്കണം. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ ചിലവ് കുറവാണ് എല്ലാ സംഗതികളും. ഭക്ഷണത്തിനായാലും താമസത്തിനായാലും ട്രാൻസ്പോർട്ടായാലും അതുപോലെ ഈ എൻട്രി ടിക്കറ്റുകളും ഒക്കെ വളരെ ചീപ്പെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ റീസണബിളാണ്. വളരെ ഹൈ റേറ്റ് അല്ല. അപ്പം അതുകൊണ്ട് ഏതൊരു തിരക്കാർക്കും അത് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമ്മൾ നുങ്ചി പാർക്കിലേക്കാണ് പോകുന്നത്, പട്ടായ. ഇതിനകത്ത് ഒരുപാട് ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്, ഒരുപാട് സംഗതികൾ കാണാനുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പലതരത്തിലുള്ള ജീവികളെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. ഒരുപാട് ഫ്രൂട്ട്സ്, ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ഗാർഡൻ ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ പാക്കേജുകൾ പല കമ്പനികളും ടൂർ കമ്പനികളും നടക്കുന്നുണ്ടെങ്കിലും അതിൽക്ക് ഈ ഐറ്റംസൊക്കെ പറയുന്നുണ്ടെങ്കിലും പല പാർക്കുകളും പല റേറ്റിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോസ്റ്റ് കുറയുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തെറ്റിദ്ധരിക്കരുത്. കോസ്റ്റ് കുറയുമ്പോൾ അതിനനുസരിച്ച് ഒന്നുകിൽ അവരെ കാണിക്കുന്ന പോയിൻറ്റ്സ് കുറയ്ക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ചെറിയ ചെറിയ പാർക്കുകളായിരിക്കും. അവിടെ ഒരുപാട് പാർക്കുകളുണ്ട്, പല തരത്തിലുള്ള പാർക്കുകളുണ്ട്. കോസ്റ്റ് കൂടിയാൽ പോലും അത് നഷ്ടമാവില്ല, കാരണം അതിനനുസരിച്ച് കൂടുതൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള സംഗതികൾ അവർ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫുഡൊക്കെ കോസ്റ്റ് കൂടുമ്പോൾ, പാക്കേജ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ ഫുഡൊക്കെ 4 സ്റ്റാർ ഹോട്ടലിലൊക്കെ ആയിരിക്കും, ബൊഫേ ആയിരിക്കും. അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടുതൽ നമ്പർ ഓഫ് പാർക്കുകളൊക്കെ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യും. പട്ടായ സിറ്റിയും അതുപോലെ കോറൽ ഐലൻഡും ഒക്കെ എല്ലാവർക്കും സെയിമാണ്, കോമൺ ആയിട്ട് എല്ലാവരും പോകുന്ന സ്ഥലം തന്നെയാണ്. എല്ലാ പാക്കേജുകളിലും ഉണ്ട്. പക്ഷെ ഇങ്ങനെ ചില പാർക്കുകളൊക്കെ ചില പാക്കേജുകാർ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പോൾ ടൈഗർ പാർക്ക് തന്നെ പലതരത്തിൽ പല വലിപ്പത്തിലുള്ളതുണ്ട്, പല തരം ഫെസിലിറ്റീസ് ഉള്ളതുണ്ട്. കൂടുതൽ ടൈഗേഴ്സ് ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ചിലപ്പോൾ എൻട്രി ടിക്കറ്റ് കൂടുതലായിരിക്കാം. തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു തവണയെങ്കിലും നിങ്ങൾ തനിച്ച് പോവാതെ അത് ഒരു പാക്കേജിൽ പോകുന്നത് നന്നായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ മാത്രം കണക്ട് ചെയ്ത് നിങ്ങൾക്ക് തനിയെ പോകാമെന്നുള്ളത് വളരെ സേഫാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഭയപ്പെടേണ്ടതായ സംഗതികൾ പോലും ഒന്നുമില്ല. വളരെ സേഫായിട്ട് ഏത് പാതിരയ്ക്കും ആർക്കും എപ്പോഴും സഞ്ചരിക്കാവുന്നതാണ്. അവിടെ ട്രാൻസ്പോർട്ടേഷനായിട്ട് ടുക്ക് കിട്ടും. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് ഷോപ്പിങ്ങിനോ യാത്ര ചെയ്യാനൊക്കെ നമ്മുടെ ഓട്ടോ, അത് കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. 6 പേർക്കോ 8 പേർക്കൊക്കെ ഇരിക്കാവുന്ന കപ്പാസിറ്റി ഉണ്ട്. നല്ല ഫാസ്റ്റായിട്ട് പോവും. അതുപോലെ റേറ്റും വളരെ കൂടുതലല്ല. ആദ്യം ഉറപ്പിച്ചതിന് ശേഷം വേണം കയറാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക ടുക്ക് ഓട്ടോ വിളിക്കുമ്പോൾ. പിന്നെ ഇതിവിടെ ഈ ഗാർഡനിൽ ഇതുപോലെ ഒരുപാട് സംഗതികളുണ്ട്. ഇതിനടുത്തൊക്കെ ഫോട്ടോസ് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് എടുത്ത് മടുക്കും. അതുപോലെ ഫോട്ടോസ് എടുക്കാൻ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ മൂങ്ങുകളൊക്കെ, ഇതൊന്നും ജീവനുള്ളവയല്ല, ശരിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണത്. പക്ഷേ റിയലാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. അതുപോലെ അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ള പ്രതിമകളുണ്ട്. എല്ലാത്തിൻ്റെയും അടുത്ത് നിന്ന് ചീങ്കണ്ണിയും ഒക്കെ. പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയുകയാണ്, കുട്ടികളുള്ളവരാണെങ്കിൽ ഫാമിലി ട്രിപ്പിന് ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ്. ഓക്കെ, തായ്ലാൻഡ് ബാങ്കോക്ക് പാക്കേജാണ്. പട്ടായ പോയിരിക്കണം. അതൊരു 4 days 5 nights പാക്കേജ് എടുക്കാനായിട്ട് പോകുമായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഏരിയയും കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അവിടെ തന്നെ ഒരു ഗാർഡൻ ഉണ്ട്. അതിലൊരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങനെ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ
എല്ലാ രാജ്യക്കാരും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ളവരവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്തായിട്ട് പോകുന്നത് നമ്മൾ ജെംസ് ഗാലറിയാണ്. അവിടെ നമുക്ക് ജെംസിൻ്റെ ഒറിജിനും അത് കുഴിച്ചെടുക്കുന്ന രീതി, അത് തയ്യാറാക്കുന്ന അതിൻ്റെ പണികൾ എല്ലാം കാണാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റി അവർ വിവരിച്ച് തരുന്നുണ്ട്. ചെറിയൊരു എക്സിബിഷൻ സ്റ്റാളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനായിട്ടും സൗകര്യമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മടങ്ങുകയാണ്. അപ്പോൾ മടങ്ങുന്നതിന് ഇടയ്ക്ക് എല്ലാവരും കൂടെ വളരെ ഹാപ്പി ആയിട്ട് വണ്ടിയിൽ പാട്ട് പാടുന്നു, പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പായിട്ടാണ് നീങ്ങുന്നത്. ആ ക്യാപ്പ്, റെഡ് ക്യാപ്പ്, സോമൻസിൻ്റെ റെഡ് ക്യാപ്പാണ് അവർ ഓഫർ ചെയ്യുന്നതാണ്. അത് എടുക്കാൻ ആരും മടിക്കേണ്ട, കാരണം അത് നല്ല വെയിലുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ക്യാപ്പ് സ്വന്തമായിട്ട് എടുത്തിട്ടില്ലാത്തവർ അവർ തരുന്ന ക്യാപ്പ് തലയിൽ വെക്കുന്നത് നന്നായിരിക്കും. അതിന് മറ്റൊരു സംഗതിയും കൂടെ ഉണ്ട്, കൂട്ടം തെറ്റിപ്പോകാതിരിക്കാനായിട്ട് കൂടെ സഹായകരമാണ്. അപ്പോൾ ആ ക്യാപ്പ് പ്രത്യേകിച്ച് ആദ്യമായിട്ട് പോകുന്നവരൊക്കെ ആണെങ്കിൽ ആ ക്യാപ്പ് ഊരണ്ട, നിങ്ങൾ ആ ക്യാപ്പ് വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നമുക്കവിടെ ജംഗിൾ സഫാരിയാണ്. അതിലിതുപോലെ കുറേ ജീവികളുടെ, ആദ്യം കണ്ടതൊക്കെ പ്രതിമകളാണെങ്കിൽ ഇനി അങ്ങോട്ട് ജീവജാലങ്ങളാണ്, ജീവികളാണ്. എലിഫൻറ്റ് പാർക്കും എലിഫൻറ്റ് സഫാരിയും ഒക്കെ ഉണ്ട്. അതിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ പാർക്കുകളുണ്ട്. വിവിധ തരത്തിലുള്ള ഷോസ് ഉണ്ട്. ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് അതിലൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പാക്കേജിനനുസരിച്ച്. ഇത് സ്റ്റണ്ട് ഷോ എന്ന് പറയും. നമ്മുടെ ഹിന്ദി സിനിമകളിലൊക്കെ ഒരു സിനിമ ചിത്രീകരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ സീൻ ചിത്രീകരിക്കുന്ന പോലെ ശരിക്കും ഒരു ഹിന്ദി ഫിലിം ലൈവായിട്ട് കണ്ടതുപോലെ തോന്നും, അതിൻ്റെ ഷൂട്ടിംഗ് കണ്ടതുപോലെ തോന്നും. പിന്നെ മൃഗങ്ങളെ കാണാം, ഒട്ടകങ്ങളും കുതിരകളും പലതരത്തിലുള്ള പക്ഷികളും. അവിടെയൊക്കെ ധാരാളം ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്യാമറയിലെ ഫോട്ടോയിലാണ് നിങ്ങൾ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ധാരാളം സ്പേസൊക്കെ ഉണ്ടാക്കിയിട്ട് കയ്യിലുള്ള സംഗതികളൊക്കെ ഡിലീറ്റ് ചെയ്ത് ക്ലീനാക്കിയിട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഒരുപാട് ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. അതല്ലാത്ത പക്ഷം അത് ഫോട്ടോ ക്യാമറ ഇങ്ങനെ ഹാങ് ആവാനായിട്ട് സാധ്യതയുണ്ട്, സ്പേസ് ഇല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഒരു 10-20 മിനിറ്റ് സമയമെങ്കിലും നിങ്ങൾക്ക് അതിലും ചെറിയ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കില്ല. അവിടെ ഡോൾഫിൻ ഷോയുണ്ട്. എല്ലാം കഴിഞ്ഞ് മടങ്ങാനായിട്ടുള്ള ലാസ്റ്റ് ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു പോയിന്റിലേക്കും കൂടെ പോകും. എന്നിട്ട് വൈകിട്ടാണ് ഫ്ലൈറ്റ്, എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു 4 days 5 nights 4 nights 5 days പ്രോഗ്രാം എടുക്കുന്നതായിരിക്കും കൂടുതൽ